ആ ചേട്ടാ എന്തായി? ആ നിന്റെ റെഡിയായി. പട്ടിക്കായിരിക്കുമല്ലേ എല്ല് കഷ്ണം മാറ്റം? പട്ടിക്കോ? ഇത് മനുഷ്യന് തിന്നാനാ. അയ്യേ, ഇത് മനുഷ്യനോ? മായേ, എന്തോ? ആ പാത്രം ഇതാ വരുന്നു. കിട്ടിയോ? ഏയ്, എന്താ ഇത്? വിഷമിക്കാതെ. അന്ന് അച്ഛൻ പറഞ്ഞതാ കൊന്നു കളയാവുന്നു. അന്ന് എൻ്റെ അമ്മയുടെ സങ്കടം ഒന്ന് കാണണമായിരുന്നു. ചങ്ക് പൊട്ടിക്കാണും. എനിക്കത് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. ഞാൻ അന്നേ തീരുമാനിച്ചു, എൻ്റെ മരണം വരെ ഞാൻ അവിടെ നോക്കുമെന്ന്. മായ, എന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അവനെ നോക്കുമോ? ഒരമ്മയെ പോലെ. എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. നമ്മൾ അവനെ നോക്കും. ചെന്ന് ജോലിക്ക് പോകാൻ നോക്ക്. ചെല്ല്. പഴയ പോലെ പുല്ലൊന്നും വളർച്ചയില്ലല്ലേ? അതെ അതെ. ആ മെമ്പറാ രമേശ, ഇത് ജോലിയില്ലേ? ആ പണിക്ക് പോകുന്ന വഴിയാ. പിന്നെ മെമ്പറാ, വീട്ടിൻ്റെ കാര്യം എന്തായി? വീട്ടിൻ്റെ കാര്യം ശരിയാക്കാം. അടുത്തൊരു സ്കീം വന്നാൽ ആദ്യത്തെ വീട് രമേശന് തന്നെ പോരെ? ഉറപ്പാണ്. ആ മറക്കല്ലേ, പ്രതീക്ഷയിലാണ്. മറക്കൂല. പാവന്നേ, നിനക്കറിയാലോ അജയൻ പറഞ്ഞ വാക്ക. അമ്മാവ എന്താ രാവിലെ? എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണമായിരുന്നു. പിന്നെ പോകാൻ വഴി നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, കണ്ണിന് ചെറിയൊരു പ്രശ്നം. ഡോക്ടറെ കാണിക്കണം. വയസ്സായില്ലേ. വീട്ടുകാരിയോട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഉന്തി തള്ളി അങ്ങ് വിട്ടു. കൂടെ വരാൻ നിന്നതാണ്. രാവിലെ എണീറ്റപ്പോൾ മുട്ടുവേദന. ഞാൻ പറഞ്ഞു നീ വരണ്ടായെന്ന്, ഞാൻ പൊയ്ക്കോളാമെന്ന്. അമ്മ അവിടെ ഇരിക്കും, ഞാൻ ഡ്രസ്സ് മാറി വരാം. വേണ്ട മോനെ, നിന്റെ പണി നടക്കട്ടെ, ഞാൻ പൊയ്ക്കോളാം. ശരി. മുതലാളി വരുന്നു. രമേശന്റെ അമ്മാവനെന്താ രാവിലെ? മോനെ ഒന്ന് കാണാമെന്നതാ.
എന്നാലും ഞാൻ ശരി പോട്ടെ അമ്മ. മോനെ. ശരി. ശരി. ആ ശരി. ആ രമേശ, വൈകുന്നേരം നമുക്ക് ആ ഡോർ കൊടുക്കാൻ പറ്റുമോ? വൈകിട്ട് കൊടുക്കാം മുതലാളി, കൊടുക്കാം. ആ പിന്നെ മുതലാളി, ആ? ഞാൻ ചോദിച്ചത് വൈകുന്നേരത്ത് കിട്ടുമോ? ആ, നേരത്തെ ചോദിച്ചല്ലേ. വൈകിട്ടോട്ടെ, നമുക്ക് നോക്കാം. അത്യാവശ്യം ആയതുകൊണ്ടാ. പേടിക്കണ്ട, ഇല്ലെങ്കിൽ ഞാൻ വൈകിട്ട് വീട്ടിലെത്തിക്കാം. ശരി. ആ കടയിൽ നിന്ന് വാങ്ങി നന്നായി. നീ വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന്. ആ പിന്നെ അമ്മാവൻ കടയിൽ വന്നിരുന്നു. ആശുപത്രി പോണ വഴിക്കാണ് വന്നത്. എന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ. പിന്നെ അങ്ങ് തിരക്കാട്ടങ്ങ് പോയി. ആശുപത്രി പോയതല്ലേ. ആണോ? എന്നിട്ട് എപ്പോൾ അവിടുന്ന് പോയി? മുതലാളി വന്നപ്പോൾ ഉടനെ പോയി. കാശ് വെച്ചപ്പോൾ മുതലാളി എന്താ പറഞ്ഞ്? വീട്ടിൽ എത്തിക്കാന്ന് പറഞ്ഞു. ആ അനിയൻകുട്ടി എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചിട്ട് കൊടുക്കാം. ആ ശരി. അതാ ഇരിപ്പുണ്ട്. ആ മുതലാളി, മായ 2 ചായ. ഇപ്പോഴൊരു മാറ്റമില്ലല്ലേ? എന്ത് പറയാനാ, കണ്ടില്ലേ? പണ്ട് മുതലേ ഇങ്ങനെയാണോ? ഈ അസുഖത്തിൻ്റെ പേര് പെക്ക എന്നാണ്. മണ്ണ് വാരി കഴിക്കുന്ന പ്രായമുണ്ടല്ലോ, അന്ന് മുതൽ അരി കഴിക്കുക, പച്ചിലകൾ പറിച്ച് കഴിക്കുക, പിന്നെ മുടി, കുപ്പിച്ചില്ലുകൾ, വളപ്പൊട്ടുകൾ, ഇങ്ങനെ ഓരോന്നും കഴിക്കും. ഓരോ ദിവസവും ആശുപത്രിയില്ല. പല ചികിത്സകളും ചെയ്തു നോക്കി, പല സ്ഥലത്തും കൗൺസിലിംഗ് നടത്തി നോക്കി, രക്ഷയില്ല. ഒടുവിൽ അവനെ വീടിനകത്തൊരു റൂമിലാക്കി. കൈകൾ കൊണ്ട് ചവരടിക്കും, എന്നിട്ട് ആ മണ്ണ് കഴിക്കും. ഒടുവിലൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഈ ഇരുമ്പ് കൂടുണ്ടാക്കി ഇതിനകത്താക്കിയത്. ഇവിടെ കിടന്ന് മുഴുഭ്രാന്തനായി. ചില ദിവസങ്ങളിൽ 1-2 മിനിറ്റ് സ്വയബോധം കാണും. ഇന്ന് വരെ അവൻ അറിയില്ല അച്ഛനും മരിച്ച കാര്യം. ഞാൻ എന്നും ഇവിടെ ആഹാരം കൊണ്ടുവരുമ്പോൾ അവൻ ചോദിക്കും, അമ്മ എവിടെ, അച്ഛൻ എവിടെ? ഓരോ ദിവസവും ഞാൻ ഓരോ കള്ളം പറയും. അല്ലാതെ എന്ത് പറയാനാ? കണ്ടില്ലേ, പട്ടി കൊടുക്കുന്ന ആഹാരമാണ് ഞാൻ എൻ്റെ അനുജന് കൊടുക്കുന്നത്. അല്ലാതെ എന്ത് ചെയ്യാനാ? മെമ്പറ, ഇതൊരു വാടക വീടാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നും ചോദിക്കുന്നത്. മുതലാളിയോട് ഞാൻ കുറച്ച് കാശ് ചോദിച്ചില്ലേ, അതെന്തിനാണെന്നറിയാവോ? ഈ കൂടൊന്ന് മാറ്റി ഒരു വൃത്തിയുള്ള കൂടാക്കാനാ, അല്ലാതെ വേറെ ഒന്നിനുമല്ല. രമേശ, ഇത് വെച്ചോ, നമുക്ക് നാളെ കാണാം. ശരി. കഷ്ടം, എന്ത് ചെയ്യാനല്ലേ? അതെ, ഓരോ ആൾക്കാർ.
മായേ ആ ചേച്ചി. ആഹാ ചൂലുണ്ടാക്കുകയാണോ? ആ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുക. രമേശൻ ജോലിക്ക് പോയോ? ഇല്ല, ജോലിക്ക് പോയില്ല. ആഹാ ഇവിടെ ഉണ്ടോ അപ്പം? ഇല്ല, ഇവിടെ ഇല്ല. അമ്മ മരിച്ചിട്ട് ഇന്ന് 10 വർഷമായി. അമ്പലത്തിൽ ബലിയിടാൻ പോയി. ആഹാ 10 വർഷമായല്ലേ? ദിവസം വേണം പോക്കേ. എടീ പിന്നെ നീ അമ്പലത്തിൽ വരുന്നുണ്ടോ? എന്താ വിശേഷം? പറഞ്ഞാളാ? ഇല്ല, ചുമ്മാ വെറുതെ ഒന്ന് തൊഴാന്ന് കരുതി. പോകാമോ? ചേട്ടൻ വരട്ടെ, എന്നിട്ട് ചോദിക്കും. ആ രമേശ് എന്തോ വരുന്നുണ്ടല്ലോ. ആ സുധ ചേച്ചി. ചേച്ചി എന്നെ അമ്പലത്തിൽ പോകാൻ വിളിക്കാൻ വന്നതാ. ആണോ? ആ പോണേ പോയിക്കോ. ആ ചേച്ചി പോയി റെഡിയാക്കും, ഞാൻ വേഗം വരാം. അമ്പലത്തിൽ അങ്ങനെ തിരക്കുണ്ടായിരുന്നു? ആ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആ കുഴപ്പമില്ല, വാ. ഡാ ഡാ അനിയൻ കുട്ടാ, കുളിക്കണ്ടേ നമുക്ക്? ആ സമയവും പോവും, നിന്റെ പ്രായവും പോവും, അതുകൊണ്ട് ഓർക്കണം. അയ്യോ മോളെ എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല ചേച്ചി, സാരമില്ല. നടക്കാൻ പറ്റുന്നുണ്ടോ? സാരമില്ല. പ്രസാദം പിടിക്കണോ? വേണ്ട. അമ്മ എവിടെ? അമ്മ അടുക്കളയിലുണ്ട്. അമ്മയാണ് പറഞ്ഞ കുളിപ്പിക്കാൻ. എന്റെ അമ്മയെ കൊന്നടാ. അമ്മയെ ഞാൻ കൊന്നടാ. അമ്മ മരിച്ചതാ. വിശക്കുന്നു. ചേട്ടനെവിടെ? മായ, എന്നെങ്കിലും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അവനെ നോക്കുമോ? ഒരമ്മയെ പോലെ.
എന്തായി തീരുമാനം? തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, അവരല്ലേ. മായയോട് സംസാരിച്ചു, അവളിതുവരെ സമ്മതിച്ചിട്ടില്ല. കുട്ടിയുടെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് വെറും ഫോർമാലിറ്റി മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞല്ലോ ട്രീറ്റ്മെന്റിൽ കാര്യമില്ല എന്ന്. അതെ, ഇയാളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് കരുതിയാൽ അതിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. കർത്താവ് തന്ന ജീവിതം എടുക്കാൻ ആർക്കും അവകാശമില്ല. ഇങ്ങനെ ഒരു നരകയാതന അനുഭവിച്ച് അത് വേണോ? എല്ലാവരും ഇത് അംഗീകരിക്കും. അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ സാറേ? പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. ശരി, എന്നാൽ അവര് പറഞ്ഞതെല്ലാം കാര്യമാണ്. ചേട്ടൻ മോളോടൊന്ന് സംസാരിക്കേ. ചെല്ലേ. ആ, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. മോള് എനിക്കറിയില്ല മോള് എന്ത് ചെയ്യണമെന്ന്. ഇല്ലച്ച, എന്ത് തന്നെയായാലും അനിയനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ നിന്റെ തീരുമാനം? എനിക്കറിയില്ല. പക്ഷെ പ്രകാശന് ഇനി മുതൽ ഞാൻ ചേട്ടത്തി അമ്മയല്ല, അമ്മയാണ്. ഒരമ്മ സ്വന്തം മകന് അറിഞ്ഞുകൊണ്ട് എങ്ങനെ കൊലയ്ക്ക് കൊടുക്കും? മോളെ, നീ പറയുന്നതൊക്കെ ശരി തന്നെ. നീ ഇപ്പോൾ ചെറുപ്പമാണ്, നിനക്കൊരു ജീവിതം വേണ്ടേ? ഇനി എന്ത് ജീവിതം? അതല്ല, ഇതുപോലെ ആവണമെന്നല്ല മുന്നോട്ടുള്ള ജീവിതം. അവനൊരു ഭ്രാന്തനാണ്. മെമ്പറെ, അനാവശ്യം പറയരുത്. നിങ്ങളുടെ മോൻ ഇങ്ങനെ ഒരവസ്ഥ വന്ന നിങ്ങൾ അവനെ കൊല്ലുവോ? ഇല്ലല്ലോ. അതുപോലെ അവനും എൻ്റെ മോനാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോ. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യാൻ? മോനെ, അനിയൻകുട്ടാ, അമ്മേ.